ഗൈസ്, വെൽക്കം ബാക്ക് ടു പിക്കി കപ്പിൾസ്. പിക്കി കപ്പിൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഗൈസ്. അപ്പോൾ ദേ നമ്മളൊരു പുതിയ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ തൈപ്പൂയാണ്. എല്ലാവർക്കും തൈപ്പൂയാണ്. അപ്പോൾ ഞങ്ങൾ എന്താ പറയുക കൊല്ലമായി ആചരിച്ചു വരുന്നതാണ് തൈപ്പൂയത്തിന്. ഉച്ചയ്ക്ക് ചേച്ചിയുടെ വീട്ടിൽ നിന്നായിരിക്കും ഭക്ഷണം കഴിക്കുക. എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വൈകിട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പണിക്കാട്ടിലേക്ക് പോകും. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇത് റെഡിയായി നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഇന്നലെ തന്നെ അഞ്ചു പോയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. 5 പിള്ളേരും പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ പോയില്ല. ഇന്നലെ അമ്മയ്ക്ക് ഡോക്ടർ ഇരിക്കുന്ന ദിവസമായതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ പോയിട്ട് കാര്യമില്ലായിരുന്നു. അപ്പോൾ ഇന്നെന്തായാലും അച്ഛൻ്റെ അമ്മയുടെ കൂടെ ഒക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ നീലിച്ചേട്ടൻ ഇല്ല. നീലിച്ചേട്ടൻ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് നമ്മുടെ റിലേറ്റീവ്സിൻ്റെ ഒരു ഹോസ്പിറ്റൽ കേസായിട്ട് പോയിരിക്കുകയാണ്. അച്ഛനും പോയിരിക്കുകയാണ്. അപ്പം ഞാനും അമ്മയും പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏട്ടൻ ഇന്നലെ 5 വീട്ടിലേക്ക് പോയതുകൊണ്ട് ഇന്ന് കാലത്ത് വന്നിട്ടുണ്ട് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളിത് എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ചിത്താർ എങ്ങനെയുണ്ട്? ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ. ഞാൻ ആദ്യമൊക്കെ ഓൺലൈനിൽ വാങ്ങിക്കാനായിട്ട് എനിക്ക് എത്ര വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ സൈസ് ഇത് വരുമ്പോൾ എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ലല്ലോ. പക്ഷേങ്കിൽ ഇപ്പോൾ വാങ്ങിച്ചു തുടങ്ങി പിന്നെ എനിക്ക് ഇഷ്ടമായി. കാരണം നമ്മളൊരു മെറ്റീരിയൽ എടുത്ത് തയ്പ്പിക്കുന്ന മെറ്റീരിയൽ എടുക്കുന്ന പൈസയ്ക്കാണ് നമുക്കത് തയ്ച്ച് റെഡിമെയ്ഡ് കിട്ടും. അപ്പം നല്ല ചുരിദാറാട്ടോ അത്. ഇപ്പോൾ ഞാൻ എടുക്കുക സ്മോൾ അല്ലെങ്കിൽ മീഡിയം എടുക്കുക. സ്മോൾ എടുത്താലും എനിക്ക് ഷേപ്പ് ചെയ്യണം, മീഡിയം എടുത്താലും എനിക്ക് ഷേപ്പ് ചെയ്യണം. അപ്പോൾ എന്തായാലും എനിക്ക് ഷേപ്പ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത് നല്ലൊരു ചുരിദാറാട്ടോ. ഇതിൻ്റെ ബ്ലാക്ക് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഈ ഒരു ഇതാണ് ഇഷ്ടമായത്. അപ്പോൾ ഞാൻ എടുത്തിട്ടു. പിന്നെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം വേണ്ടവർക്ക് വേണ്ടിയിട്ട്. നമ്മുടെ പിള്ളേർ സെറ്റിനൊക്കെ കാണിച്ചു തരട്ടെ. അതിനു കാറിൽ കയറാം. നമുക്ക് കാറിൽ കയറിക്കേടാ. വാ തുറന്നല്ലമ്മ. വാ 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 കയറി വാ. ഇവിടെ വന്നേ. ദീദി വരും. നീ ആദ്യം കയറ്. വാ കയറ്. ഇന്നെന്തായാലും മല്ലൂസിനും അനൂസിനും മാച്ചിങ് ആയിട്ടാണ് ഡ്രസ്സ് എടുപ്പിച്ചിട്ടുള്ളത്. ഒത്തിരി പേര് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ചേച്ചി അങ്ങനെ ഡ്രസ്സ് എടുപ്പിച്ച് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, കൊതിയാണ്, ഇരട്ടക്കുട്ടികളല്ലേ. അപ്പം ഞാനിപ്പോൾ മിക്കതും ഞാൻ ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരുമിച്ച് മഞ്ഞ ഡ്രസ്സൊക്കെ ഇടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതേപോലുള്ള ലൈറ്റ് കളേഴ്സൊക്കെ ഇടിച്ചാൽ എന്താ പ്രശ്നം അറിയോ? ഇപ്പം തന്നെ അവർ കയ്യുമ്പോഴും കാലുമ്പോഴും ഒക്കെ ചെളിയാക്കിയിട്ടുണ്ട്. തുടച്ചാ മൂക്ക് തുടച്ചാ അതിനോ നോക്കട്ടെ അമ്മ. ശരി, മൂക്ക് മാത്രം. ആ പൂവാ ദീദിനെ വിളിക്കട്ടെ അമ്മ. ഇത് ബാത്റൂമിൽ കയറിയിട്ട് വന്നിട്ടില്ല. അതിനോ മതി ഇത് അപ്പിൻ്റെ. നീ അപ്പി കൊണ്ട് കഴിക്കരുട്ടേട്ടമ്മ. അവിടെ ഇരിക്കട്ടാ. ഓക്കെ. അങ്ങനത്തെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞാവനെ പിക്ക് ചെയ്യണം. കുഞ്ഞാവ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ കടയിൽ വണ്ടി വെച്ചിട്ട് നമ്മളെ കൂടെ കയറും. അച്ഛനും ചേട്ടനും ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് കേട്ടോ. നമ്മൾ കുഞ്ചേൻ്റെ മോൻ ഹോസ്പിറ്റലിലാണ്. അപ്പോൾ എന്തായാലും നമ്മൾക്ക് പോയിട്ട് വരാം. കാലത്ത് വലിയ രീതിക്കുള്ള ഫുഡ് കഴിച്ചിട്ടില്ല. കാരണം അവിടെ ചെന്നിട്ട് ചായ കുടിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പം തന്നെ സമയം 10 മണിയായി. ഇവർക്ക് അപ്പോൾ ഞാൻ റസ്ക്കും ബിസ്ക്കറ്റും കൊടുത്തിട്ടുണ്ട്. വലിയ രീതിക്കൊന്നും കഴിച്ചിട്ടില്ല. കാരണം ഇവർക്ക് കാലത്ത് ഇവർക്ക് ഭയങ്കര ഡയറ്റാണ്. എന്താ ചെയ്യുക, ഉച്ചയ്ക്ക് വൈകുന്നേരം മാത്രമേ ശരിക്കും കഴിക്കുള്ളൂ. അപ്പോൾ കുഞ്ഞാവ ചേട്ടൻ കടയിൽ വണ്ടി വെച്ച് വന്നപ്പോൾ ഇവർക്കുള്ള കോലുമിഠായും പുളിമിഠായും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല തല്ലായിരിക്കും ഉണ്ടാകുക. കാരണം വേറെ ഒന്നല്ല, ഒരാളെ കയ്യിൽ 3 കോലുമിഠായാണ് ഉള്ളത്. അത് കാശിക്കും പാറൂസിനും അയിനൂസിനും ഉള്ള കോലുമിഠായി അയിനുൻ്റെ കയ്യിൽ 3 ഉണ്ട്. അല്ലുക്കുട്ടനെ ഓൾറെഡി കൊടുത്തു. അപ്പോൾ ഇത് കണ്ടപ്പോൾ അല്ലുക്കുട്ടനെ ഭയങ്കര എന്താ പറയുക കല്ല് തുള്ളി നിൽക്കുകയാണ്. അവൻ്റെ കയ്യിൽ നിന്ന് അത് ഫുള്ളും വേണമെന്ന് പറഞ്ഞിട്ട് ഇവരൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യില്ല. നമ്മുടെ പൊക്കളായിൽ ചെറുപഴനി എന്നിട്ടുള്ള മുരുകൻ്റെ അമ്പലം ഉണ്ട്. അവിടെ നല്ല തൈപ്പൂയാണ് ഉണ്ടാവാറ്. ഞാൻ 1-2 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട് അച്ഛൻ്റെ അമ്മയും കൂടെ. പിന്നെ എന്താ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ എത്ര പേരുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണിക്കാട്ടിൽ പിന്നെ എൻ്റെ വീട്ടിലുണ്ട്, പിന്നെ ചാന്തുവിൻ്റെ വീട്ടിൽ, അതായത് നമ്മുടെ അഞ്ചുൻ്റെ നാത്തൂൻ്റെ വീട്ടിലാണ് ക്ഷണിച്ചിട്ടുള്ളത്. പിന്നെ ചിക്കുവിനെയും വൈഫിനെയും ക്ഷണിച്ചിട്ടുണ്ട്, കുഞ്ഞാവനെ ക്ഷണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും പേരാണ് നമ്മൾ ഇന്നത്തെ വിരുന്നിനുള്ളത്. ഇവരൊക്കെ തന്നെയായിരിക്കും വൈകുന്നേരം വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ എത്തിയിട്ട് അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉത്സവം കാണാൻ പോകണം, അതായത് കാവടിയാട്ടം കാണാൻ പോകണം. ഇപ്പം എന്തായാലും ചാന്തുൻ്റെ അച്ഛനും അമ്മയും ഓൾറെഡി എത്തിയിട്ടുണ്ട് കേട്ടോ. ചിക്കും ആദ്യം എത്തിയിട്ടില്ല, അവർ കുറച്ച് ലേറ്റ് ആവുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ആദ്യം പോയിട്ട് ചെക്കന്മാരൊന്ന് എണീപ്പിച്ചിട്ട് ചായ കൊടുക്കണം. ഇഡ്ഡലിയും സാമ്പാറാണുള്ളത്. ഇപ്പോൾ ചെറിയൊരു ഉറക്കത്തിലാണ്, അവിടെ നിന്ന് കയറിയപ്പോൾ തൊട്ട് ഉറങ്ങണമാണ്. ഇവിടെ വന്നപ്പോൾ നമ്മുടെ കാശിക്കുട്ടൻ്റെ അവിടുത്തെ കളിപ്പാട്ടങ്ങളുണ്ട്, കുറച്ച് സിജിയമ്മ വാങ്ങിച്ചു കൊടുത്ത കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. അതെടുത്ത് കളിക്കലാണ് നമ്മുടെ അയിനൂസിൻ്റെ അല്ലൂസിൻ്റെ പരിപാടി. കാരണം വേറെ ഒന്നല്ല, പുതിയതായിട്ട് കാണുന്നതല്ലേ, എന്നും കളിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അത് വെച്ച് കുറച്ച് നേരം ഇരുന്നോളും.
ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഉത്സവം കാണാൻ പോകണം, അതായത് കാവടിയാട്ടം കാണാൻ പോകണം. ഞാൻ ആദ്യം ആയിരുന്നപ്പോൾ, കല്യാണത്തിന് മുന്നേ ആയിരുന്നപ്പോൾ അമ്മയുടെ ഷോപ്പ്, മെഡിക്കൽ ഷോപ്പ് നമ്മുടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ അമ്മയുടെ കൂടെ കാലത്ത് പോവും. കാവടിയാട്ടത്തിൻ്റെ പിന്നിൽ കൂടെ പോയിട്ട് പാലപ്പെട്ടി അമ്പലത്തിൽ തൊഴുതിട്ട് പിന്നെ മുരുകൻ്റെ അമ്പലത്തിൽ തൊഴുതിട്ട് പിന്നെ നേരെ അമ്മയുടെ കടയിൽ കയറി നിൽക്കും. എന്നിട്ട് അവിടെ നിന്ന് കാവടിയൊക്കെ വരുമ്പോൾ അവരെ കൂടെ വന്ന് കുറച്ച് നേരമൊക്കെ കണ്ടു കേട്ടോ. അതിനോടോ ഞാൻ കഴിച്ചു. ഇവിടെ ഞാൻ ഇപ്പോഴെന്നല്ല എപ്പോൾ വന്നിട്ടുണ്ടെങ്കിലും നേരെ അടുക്കളയിലാണ് കയറുക. എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടോ നോക്കും. അച്ഛനായാലും അവിടെ അമ്മയായാലും അത്യാവശ്യം നല്ല രീതിക്ക് ഫുഡൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇന്നലെ ലീവ് എടുത്തിട്ട് കാരണം പണിക്ക് പോകാണ്ടിരുന്ന് ബീഫ് വരട്ടിയതായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ബീഫ് വരട്ടിയിട്ട് പിന്നെ ഒന്ന് ജസ്റ്റ് ആയിരുന്നു കുത്തി ഉടച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല രസമുണ്ട് മസാലയും ആ ബീഫ് മുരിഞ്ഞിട്ടൊക്കെ. ഇവിടെയാണെങ്കിൽ നമ്മുടെ നിഖിൽ ചേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അച്ഛനൊക്കെ ആയാലും എല്ലാ പ്രാവശ്യം നമ്മൾ ഒരുമിച്ചാണ് വരാറ്. അപ്പോൾ ലീനമ്മ എത്തിയിട്ടില്ല കേട്ടോ. ലീനമ്മയുടെ പണി കഴിഞ്ഞിട്ടില്ല. അവിടെ എന്തൊക്കെയോ കുറച്ച്, കാരണം ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പണികളൊക്കെ ഉണ്ട്, അലക്കാനും പിടിക്കാനൊക്കെ ആയാലും. പിന്നെ നമ്മൾ വൈകുന്നേരം ചെല്ലണതല്ലേ, അപ്പോൾ ബീഫൊക്കെ വാങ്ങിച്ച് വെക്കുന്ന പരിപാടിയിലൊക്കെയാണ്. അപ്പോൾ എന്തായാലും ചായ കുടിക്കട്ടെ. ഇവർക്ക് ആദ്യം ചായ കൊടുക്കട്ടെ. ഇവർ സാധാരണ ഇഡ്ഡലി ഇഷ്ടമല്ല, അയ്നൂസിന് ഇഡ്ഡലി ഇഷ്ടമല്ല. പക്ഷേ വിശപ്പിൻ്റെ ആണെന്ന് തോന്നുന്നുണ്ട്, കുറച്ച് കഴിക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും കൂടി ഉണ്ടല്ലോ, ഓരോരുത്തരായിട്ട് കളിപ്പിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഈ ചുരിദാർ ചേച്ചി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അഞ്ചു ചേച്ചി അപ്പം പറഞ്ഞു നല്ല ചുരിദാറാണ്, പക്ഷേ കുറച്ച് സ്ലിം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിങ്ങനെ വണ്ണം കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് എനിക്കറിയില്ല. ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ആണോ എന്ന് ചോദിച്ചാൽ ഭക്ഷണം കഴിപ്പ് കുറവാണ്, പിന്നെ ഭയങ്കര ക്ഷീണമാണ്. പക്ഷെ വണ്ണം വയ്ക്കണമെന്ന് ആഗ്രഹം മാത്രമേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഈ ചുരിദാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കൊടുക്കാം കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഞങ്ങളുടെ കാവടിയാട്ടം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കുകയാണ്. സീതമ്മ മാത്രമില്ല, സീതമ്മര് ഇളയമ്മ മരിച്ചിട്ട് 41 ആവണുള്ളൂ, അതുകൊണ്ട് അമ്മ വരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമാണ് പോണത്. ഈ ഒരു കാറും പിന്നെ 2 വീലറാണ് എടുക്കാൻ പോണത്. നമ്മുടെ അമ്പലത്തേക്ക്, അതായത് തൈപ്പൂയത്തിന് 4 സെറ്റ് കാവടിയാണ് ഉണ്ടാവുക. തെക്ക് വടക്ക് കിഴക്ക് പടിഞ്ഞാറ് ശാഖകളൊക്കെ ആയിട്ട്. അപ്പം ഞാൻ വടക്കൻ ശാഖയിൽ ഉൾപ്പെടുന്ന ഒരാളാണ് കേട്ടോ. ഞങ്ങൾ പൂയം കാണാൻ ഇറങ്ങാണ്. ഇതിൽ 2-3 കുറേ പേര് മിസ്സിംഗ് ആണ്. നിഖിലായിട്ടില്ല, പൂയെന്ന് പറയുമ്പോൾ കുറേ ഓർമ്മകളാട്ടെ, മെമ്മറീസാണ്. കാരണം അന്നത്തെ ദിവസം സ്കൂൾ ഉണ്ടാവില്ല. പിന്നെ വലിയൊരു ആഘോഷമാണ് നമ്മുടെ മനസ്സിൽ. തലേദിവസം ഞങ്ങൾ കാവടിയാട്ടം കാണുമ്പോൾ, തലേദിവസമുണ്ട്, പൂയത്തിൻ്റെ തലേദിവസം കാവടിയാട്ടം ഉണ്ട്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഫുഡ് കിട്ടും, അന്നദാനം ഉണ്ട്. അതൊക്കെ കഴിച്ചിട്ട് പിറ്റേ ദിവസം കാവടിയാട്ടം. കാവടിയുടെ പിന്നിൽ കൂടെ ഞങ്ങൾ പോകും. അപ്പോൾ ഒരു അമ്പലത്തിലൊക്കെ ആയിട്ട് നടലപ്പറമ്പിലേക്ക് കാവടി ആടുമ്പോൾ അവിടെ നിന്ന് കുറച്ച് നേരം കാണും. അങ്ങനെയൊക്കെയാണ്. ഞാൻ അമ്മയാണ് പോവാറ്. അപ്പോൾ അതേ നമ്മൾ എത്തിയിട്ടുണ്ട്, ഇടമുടത്ത് എത്തിയിട്ടുണ്ട്. ഓരോ സെറ്റ് കാവടിയായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. 2 സെറ്റ് കാവടി ഇപ്പോൾ ഇതേ അമ്പലപ്പറമ്പിലേക്ക് കയറിയിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇതേ പീപ്പിയൊക്കെ കണ്ടപ്പോൾ പിള്ളേർക്ക് വേണമെന്നാണ് വാശി പിടിച്ച് ഞങ്ങളപ്പോൾ തന്നെ വാങ്ങിച്ചു കൊടുത്തു. വേറെ ഒന്നല്ല, ഇത് കയ്യിൽ പിടിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരത്തേക്ക് മിണ്ടാണ്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. എന്നിട്ട് ഞങ്ങൾ തണൽ നോക്കിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ തണലൊന്നും ഇല്ല, കാരണം റോഡ് പണി സംഭവങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലായിടത്തും മരങ്ങളൊക്കെ മുറിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ നിന്നപ്പോൾ ഞങ്ങൾക്കൊന്നും കാണുന്നില്ല, വെറുതെ വന്ന് നിന്നുള്ള പേര് മാത്രമുള്ള. കാവടിയാട്ടം വല്ലതും കാണണ്ടേ, ഇങ്ങനെ അകലെ നിൽക്കി കാണുള്ളൂ. അപ്പോൾ കുഞ്ഞാവയും ചേട്ടനൊക്കെ പോയിട്ട് അവിടെ ആലിൻ്റെ താഴെയായിട്ട് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവിടെ നിന്നപ്പോൾ പിന്നെയും ആൾക്കാരെയും കാണാൻ കാവടിയാട്ടവും കാണാം കേട്ടോ. ഇപ്രാവശ്യം ചെന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സിനൊന്നും അധികം കണ്ടില്ലേ, അല്ലെങ്കിൽ കാണാതിരിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ പിന്നെയുള്ള ആഘോഷങ്ങൾ അല്ലെങ്കിൽ പൂരങ്ങളൊക്കെ വരുമ്പോഴാണ് കാണാറ്. എൻ്റെ ഫ്രണ്ട്സിനും ആരെയും കണ്ടില്ല. എനിക്ക് മീൻസ് കണ്ടുപരിചയമുള്ളവരെ മാത്രം ജസ്റ്റ് കണ്ടുള്ളൂ. എൻ്റെ ഫ്രണ്ട്സിന് ആരും ഒന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ ചെറിയൊരു വിഷമത്തിലായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ വൈബടിച്ച് നിൽക്കുകയാണ്, താളൊക്കെ ചവിട്ടി നിൽക്കുകയാണ്. പിള്ളേരുള്ളതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാരണം ഇത്ര അധികം നേരമൊക്കെ എടുത്ത് നിൽക്കാനായിട്ട് പറ്റണില്ല. നിഖിൽ ചേട്ടനും ഇല്ലല്ലോ ഒന്നും കൈമാരെടുക്കാനായിട്ട്, അതുകൊണ്ടല്ല കേട്ടോ. ചേട്ടനൊക്കെ ഉണ്ട്. അപ്പം അതിനും ആണെങ്കിൽ നമ്മുടെ സിജമ്മാമ്പര കയ്യിൽ സെറ്റാണ് കേട്ടോ. സിജമ്മാമ്പരയ്ക്കൊന്നും പോവാറില്ല.
ഇവന് പണ്ടേ ഉള്ളൊരു സ്വഭാവമാണ്. അമ്മാമ്മമാരില്ലേ അവരുടെ അടുത്തുനിന്ന് പോരൂല്ല, അവരുടെ അടുത്ത് ഒട്ടി നിൽക്കും, അവരുടെ സ്നേഹലാളനകളിൽ വീണിരിക്കും. ഞാനൊന്നും എടുത്തിട്ട് ഇവൻ വരുന്നുണ്ടായിരുന്നില്ല. പാവം അമ്മയ്ക്കൊന്ന് കൈമാറിയെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊന്ന് എടുക്കാൻ ശ്രമിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് സിജു ഒളിച്ച് നിൽക്കലായി ഇവനെ കാണാണ്ട. എന്നിട്ട് ഇവൻ തെരഞ്ഞു പിടിച്ചു പാവം അമ്മയുടെ അടുത്തേക്ക് പോയിട്ടോ. ഏട്ടൻ ലാസ്റ്റ് കാശിനെ തലയിൽ കയറ്റിയിരുത്തലായി. 3 പേർക്ക് ഉറക്കം വരുന്നുണ്ട്. പിന്നെ ഒന്നാമത് വെയിൽ അടിക്കുന്ന സ്ഥലത്തല്ലെങ്കിലും ചൂടുണ്ട് കേട്ടോ. അതായത് പിള്ളേർക്കൊരു സ്വസ്ഥത ഉണ്ടായിരുന്നില്ല, താഴത്തിറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് വാശിയായിരുന്നു. പിന്നെ അമ്മയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഐനൂസിന് എടുക്കുന്നത് കുറച്ചും കൂടി എളുപ്പമായിരുന്നു. വേറെ ഒന്നല്ല, അവനൊരു പാറ്റക്കുട്ടി ആയതുകൊണ്ട് കയ്യിൽ ഇരിക്കുന്നത് അറിയില്ല. പക്ഷെ കാശിനെ അല്ലല്ലോ എടുക്കാൻ അങ്ങനെയല്ല, അത്യാവശ്യം വെയിറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് കുറേ നേരം ഒന്നും ഇവരെയും താങ്ങി നിൽക്കാനായിട്ട് പറ്റില്ല. ഞാനിങ്ങനെ ഡ്രസ് കോഡുള്ള ആൾക്കാരൊന്നും കണ്ടില്ല കേട്ടോ. അല്ലെങ്കിൽ പൂരം അല്ലെങ്കിൽ പൂയൊക്കെ വരുമ്പോൾ ഒരു ഭാഗത്ത് നിന്ന് വരുന്നവരൊക്കെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ അടിപ്പിച്ച് തരുമ്പോൾ പട്ടുപാടയാണെങ്കിലും അല്ലെങ്കിൽ ഷർട്ടൊക്കെ ആയാലും ഞാൻ കണ്ടില്ലേ. ഞങ്ങൾ നിൽക്കണ അവിടെ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, ആദ്യം പേരെ കണ്ടില്ല. അങ്ങനെയൊക്കെ പ്രതീക്ഷയായിരുന്നു വന്നത്. പിന്നെ പലതരം മേളങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കാവടികളൊക്കെ ഉണ്ടായിരുന്നു, പുതിയ കാവടികളുണ്ടായിരുന്നു, പഴയ കാവടികളൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ നല്ല എന്താ പറയുക വൈബ് മോഡിലാണ്. കുഞ്ഞി പിള്ളേരാണ് വന്ന് ഡാൻസ് കളിക്കുന്നത്. അതായത് 10ാം ക്ലാസ് 8 കുട്ടികളടക്കം പെൺകുട്ടികളടക്കം ആ ഒരു എന്താ പറയുക കാറ്റഗറിയുള്ള പിള്ളേരൊക്കെ അടിച്ച് പൊളിക്കുകയാണ് കേട്ടോ. നമ്മൾ ആ ഒരു സമയത്തുള്ള പോലെ നല്ല ഇപ്പം എല്ലാ പിള്ളേരും നല്ല എന്താ പറയുക നല്ല മൂഡാണ്. ഡാൻസ് കളിക്കാനായാലും എല്ലാ കാര്യം ആക്ടിവിറ്റീസിനായാലും അവർ അടിപൊളിയാണ്. എല്ലാത്തിനും ഫ്രണ്ടിലുണ്ട്. അവർക്കൊരു എന്താ പറയുക ഒരു ജാളിത സംഭവങ്ങളൊന്നും ഇല്ല. അപ്പം ഞങ്ങൾ പറയായിരുന്നു പ്രായം ഇത്ര പെട്ടെന്ന് പോണ്ടായിരുന്നു, കുറച്ച് പതിയെ ജനിച്ചാൽ മതിയെന്നൊക്കെ പറയാം. മീൻസ് ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ ഡാൻസ് സംഭവങ്ങളൊക്കെ ഭയങ്കര രസമല്ലേ, എല്ലാവരും സപ്പോർട്ടും ചെയ്യില്ലേ. കാവടി ഇങ്ങനെ കയറിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലൈൻ കമ്പിയുമ്പോൾ ഒരെണ്ണം തടഞ്ഞു കേട്ടോ. ഞങ്ങളതിൻ്റെ കറക്റ്റ് താഴെ നിൽക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നൈസായിട്ടാണ് നീങ്ങുന്നത്. വേഗത്തിന് ഇപ്പോൾ വേറെ സംഭവിച്ചില്ല, നൈസായിട്ട് എടുത്ത് ഊരി പോകുന്നു. നമ്മുടെ അല്ലുക്കുട്ടനാണെങ്കിൽ ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്, വലിയശ്ശൻ്റെ നെഞ്ചിൽ ചാഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അതിനും അമ്മാമ്മയുടെ ഒക്കെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. കാശിക്കുട്ടൻ നമ്മുടെ വാവേറെ നെഞ്ചത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ കാവടിയുടെ പേരൊന്നും എനിക്കറിയില്ല, ഇതൊക്കെ ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത് കേട്ടോ. അതായത് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ടിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്നിട്ട് ഞങ്ങൾ ഇറങ്ങാണ്, കാരണം എല്ലാ കാവടി സെറ്റും വന്നിട്ടുണ്ട്. പിന്നെ പിള്ളേരെ കൊണ്ട് വീണ്ടും വെയിലത്ത് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇറങ്ങാണ്. കാവടി അമ്പലപ്പറമ്പയ്ക്ക് കയറിയ കാവടികളൊക്കെ ഓരോന്നായിട്ട് ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ വൈകിട്ട് വരണം ഉത്സവം കാണാനൊക്കെ. അപ്പോൾ വന്ന പാടെ പാറക്കുട്ടി മറ്റേ വാട്ടർ ബുക്കോ അങ്ങനെ എന്തോ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് കളറടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ എൻ്റെ ഫോണിൻ്റെ ഗ്ലാസ് ചെറുതായിട്ടൊന്ന് പൊട്ടിയിട്ടുണ്ട്, അതാണ് ഈ ഗ്ലെയർ അടിക്കുന്നത്. അപ്പോൾ നിഖിൽ ചേട്ടൻ അടുത്തില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ അപ്പം തന്നെ ഞാൻ സ്ക്രീൻ കാർഡ് ഒട്ടിച്ചേനെ. പിന്നെന്താ ഇവിടെ 2 പേരും അപ്പാപ്പൻ്റെയും അമ്മമ്മരൊക്കെ കൂടെ നല്ല കളിയിലാണ്. സെറ്റായിട്ട് അവർ പെട്ടെന്ന് സെറ്റായി. അച്ചാച്ചനെല്ലാ ഇതിൽ ചാന്തുൻ്റെ അച്ഛനും അമ്മയാണ് ഇട്ടത്. അപ്പോൾ പിള്ളേരോട് പറഞ്ഞായതുകൊണ്ടാണ് അച്ചാച്ചൻ അമ്മമ്മ എന്ന് വിളിക്കുന്നത്. അച്ഛൻ പോയാൻ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഐസ്ക്രീം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 പേര് നല്ല അടിയിലാണ്. ഞാൻ പുറത്തിരിക്കുമ്പോഴേ ഇവർ വാശി പിടിക്കുന്നത് അല്ലെങ്കിൽ ഇവർ സൗണ്ടൊന്നും കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ ഭയങ്കര സ്വസ്ഥതയോട് കൂടിയിട്ട് ഞാനിരിക്കുന്നത്, പിള്ളേർ അച്ഛനൊന്നും കേൾക്കണില്ല വെച്ചിട്ട് ഉള്ളിൽ ചെന്ന് നോക്കിയപ്പോഴാണ് ഇവിടെ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. വെറുതെ അല്ല, നല്ല തട്ടല്ലാണ്. അപ്പൊ ഞാന് കുറച്ച് പവർ ഉണ്ട്, മനസ്സിലായ വരക്കിണ്ടേ
അത് കഴിഞ്ഞ് ചിക്കു അത് എത്തിയപ്പോഴത്തെ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, മാംഗോ ബാറും അതിന് ഗ്രേപ്പിൻ്റെ ഫ്ലേവറായിട്ട് ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കഴിച്ചു. ഇപ്പോൾ നമ്മുടെ പിള്ളേർക്കാണെങ്കിൽ ആ കോല് സ്വന്തമായിട്ട് പിടിച്ച് കഴിക്കണം എന്നൊക്കെ വാശിയാണ്. നമ്മൾ കൊടുത്താൽ പോരാ, അല്ലെങ്കിൽ നമ്മൾ പകുതി കടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പറ്റില്ല, അവർക്ക് അത് ഫുള്ള് വേണം, ആ കോലും വേണം. അപ്പോൾ മീൻസ് എല്ലാവർക്കും ഓരോന്നായിട്ടാണ് കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ അവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ കുറേയൊക്കെ എസ്കേപ്പ് ആവാൻ നോക്കി, അമ്മേരെ അടുത്ത് നിർത്തി. അപ്പോൾ അമ്മയാണെങ്കിൽ പാവം, അമ്മയ്ക്ക് കിട്ടിയത് ഒരെണ്ണം ഐനൂസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. പല്ലുവാണെന്ന് തോന്നുന്നുണ്ട് എൻ്റെ പിറകെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നൈസായിട്ട് ഒഴിഞ്ഞ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണെങ്കിൽ ബിരിയാണി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഉച്ചയ്ക്ക് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ബിരിയാണി ചിക്കൻ ബിരിയാണിയാണ്, പിന്നെ ബീഫ് നമ്മുടെ വീട്ടിൽ വെച്ചതാട്ടോ. ബീഫ് അടിപൊളിയായിട്ടുണ്ട്. ബീഫ് വെക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ സീതമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്, കാരണം അമ്മ ചിക്കൻ കഴിക്കില്ല. ലീനമ്മ ആണെങ്കിൽ വന്ന പാടെ നേരെ കയറി ഇരുന്നിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. കാരണം അമ്മ അവിടുത്തെ പണിയൊക്കെ ഒതുക്കി ബീഫൊക്കെ വെച്ച് എല്ലാം സെറ്റൊക്കെ ആക്കി. ചപ്പാത്തിയാണ് കേട്ടോ വീട്ടിൽ, ചപ്പാത്തിയും ബീഫാണ്. അതൊക്കെ സെറ്റാക്കി നേരെ വന്നതാണ്. അപ്പം അമ്മോട് ഞാൻ പറഞ്ഞു ഭയങ്കര ഭക്ഷണം കഴിച്ചോ, രണ്ടുണ്ടിയാണ് നോക്കിക്കോട്ടെ, പിന്നെ ഞങ്ങൾക്ക് കഴിക്കലെന്ന് വിചാരിച്ചു. ഇവർ ഈ നോക്കിക്കുന്നത് പൂച്ചക്കുട്ടികളാണ് കേട്ടോ. കാരണം ഇവർക്ക് എനിക്ക് പൂച്ചക്കുട്ടികളെയും പട്ടിക്കുട്ടികളൊക്കെ ഇഷ്ടമായതുകൊണ്ട് എൻ്റെ പിള്ളേർക്ക് ഇഷ്ടപ്പെടാണ്ടിരിക്കുക ഗൈസ്, അത് അങ്ങനെയല്ലേ വരുള്ളൂ. അപ്പോൾ അത് ലീനാൻ ഇരുത്തി തീറ്റിക്കുകയാണ് സിജി. അമ്മയ്ക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി എന്ന് പറയുന്നുണ്ടായിരുന്നു ബിരിയാണി. അപ്പം അമ്മ 2-3 പ്രാവശ്യമൊക്കെ ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ട്. വളരെ സന്തോഷം. അമ്മ ഇങ്ങനെ ഇഷ്ടപ്പെട്ടാൽ മാത്രമേ കഴിക്കുള്ളൂ, അതെനിക്ക് നന്നായിട്ട് അറിയാം. അല്ലെങ്കിൽ നോൺ അധികം കഴിക്കില്ല, പോവില്ല. അപ്പോഴത്തെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെന്താ ഇപ്പോഴും നിഖിൽച്ചേട്ടനൊന്നും എത്തിയിട്ടില്ല, കുട്ടച്ഛനും എത്തിയിട്ടില്ല. അപ്പോൾ അവരെ ഞാൻ വീണ്ടും മിസ് ചെയ്യുന്നു ഗൈസ്. എന്തോ ഒരു കുറവ് അത് പറഞ്ഞിരിക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ചേട്ടൻ വന്നത്. അപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ട്. രാവിലെ പോയതായിരുന്നു, കുളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ഒരു ഷർട്ടും മുണ്ടെടുത്തിട്ട് വേഗം പോയതായിരുന്നു അച്ഛനും മോനും. അവരെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനി അവർ വന്നിട്ട് ഫുഡ് കഴിക്കാൻ ചിരിക്കുകയായിരുന്നു. അപ്പോൾ എന്തായാലും പിള്ളേർക്ക് കൊടുത്തതിന് ഫിനിഷ് ആക്കട്ടെ. പിന്നെ എന്താ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വിവരമൊക്കെ ചോദിച്ചു. നല്ല ക്ഷീണമുണ്ട് ഗൈസ്. രാവിലെ എത്ര മണി, ഒരു 6:30 എങ്ങാണ്ട് വീട്ടിൽ നിന്ന് പോയതാട്ടോ. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ വന്നപ്പോൾ തന്നെ അവർക്ക് ഇതേ ഫുഡ് കൊടുക്കാൻ ഇരുത്തിയിട്ടുണ്ട്. പിന്നെ എന്തൊട്ട് ഗൈസിന് ഇതൊക്കെ കഴിയുമ്പോൾ കുറച്ചൊന്ന് പിള്ളേരൊന്ന് ഉറക്കിയിട്ട് ഒന്ന് കൈയും കാലും ഉറക്കൊന്ന് കഴുകിയിട്ട് വീണ്ടും ഉത്സവം കാണാൻ പോകണം, വെടിക്കെട്ട് കാണണം. പ്രാവശ്യത്തെ വെടിക്കെട്ട് കുറച്ചുള്ളൂ എന്നാണ് കേൾക്കുന്നത്, അറിയില്ല, പോയി ചെന്ന് കണ്ടാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആണുങ്ങൾ ആദ്യം ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ബീഫ് നല്ല പോളിംഗ് ആട്ടോ, ബീഫ് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് അങ്ങനെ ഞാനും എടുത്തിട്ടുണ്ട് സലാഡും ബീഫും ചിക്കൻ പീസൊക്കെ ആയിട്ട്. കാരണം ഞാൻ ചായ കുടിച്ച് കുറച്ച് ലേറ്റ് ആയിട്ടാണ്, ഒരു 11:30 സമയമായി ഇവർക്ക് കൊടുത്തു വന്നപ്പോൾ കഴിച്ചപ്പോൾ. അപ്പോൾ എനിക്ക് അധികം വിശപ്പുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ചിക്കൻ്റെ കഷ്ണം ബീഫിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സാന്ദ്രയുടെ പാപ്പൻ കേക്ക് ഉണ്ടാക്കും. അവിടെ നിന്ന് അവിടെ അച്ഛൻ പോയി കൊണ്ടുവന്ന് ഫ്രൂട്ട്സ് കേക്ക് കൊണ്ടുവന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അതായത് ഫ്രൂട്ട്സൊക്കെ ഇട്ട് മിക്സ് ചെയ്തിട്ടുള്ളൊരു കേക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. കുറേ മുന്തിരിയും അതുപോലെ ആപ്പിളും പച്ചമുന്തിരിയും ഒക്കെ ഇട്ടിട്ട് നല്ലൊരു കേക്കായിരുന്നു. അപ്പോൾ പിള്ളേർക്കാണെങ്കിൽ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർക്ക് മറ്റേ ബർത്ത്ഡേ ആണെന്ന് ഇവരെ വിചാരം. കേക്ക് അതായത് ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ കേക്കാണ്, അപ്പോൾ കേക്ക് കണ്ടത് ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇവിടത്തെ അതും ചിക്കും നല്ല എന്താ പറയുക, നല്ല റൊമാൻറ്റിക് മൂഡിലാണ്. നിഖിൽ ചേട്ടൻ ഒന്ന് ഉറങ്ങാം കേട്ടോ. അപ്പോൾ സുഖമായി ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുഞ്ഞാവനെ എൻ്റെ വീട്ടിലേക്കാണ് ഈ കൊണ്ടാക്കാൻ പോകുന്നത്. കാരണം അവൻ നൈറ്റ് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ അവിടെ എൻ്റെ വീട്ടിൽ വൈഫൈ ഉണ്ടല്ലോ, ഇവിടെയും വൈഫൈ ഉണ്ട്. പക്ഷേങ്കിൽ അവൻ അങ്ങോട്ട് പൊക്കോട്ടെ, കാരണം ഞങ്ങൾ ഉത്സവം വെടിക്കെട്ടൊക്കെ കണ്ടിട്ട് നേരെ അങ്ങോട്ടല്ല പോവാറ്. അപ്പോൾ അവൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ സമയത്ത് വീട്ടിലെ ഫംഗ്ഷന് വന്നപ്പോഴേ ഞാൻ എടുത്ത് പറയുമ്പോ എന്റെ മോള് പറയാ, അച്ഛാ ഞാൻ വരത്തട്ടെന്ന് വെച്ചു. നമ്മുടെ കണ്ണ് നല്ല മൂഡിലായിട്ട് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പൊക്കി പറയണ്ട. അപ്പം ഞാൻ അടുത്തുനിന്ന് പറയുമായിരുന്നു, ഈശ്വരായിരുന്നു അഞ്ജുവിനെയും കുറിച്ച് ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടില്ല, എന്തൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടുണ്ട് മനുഷ്യ, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് മനുഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അച്ഛനായിട്ട് വിറ്റാട്ടോ. എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കളിയാക്കാണ്ട് വിടില്ല അങ്ങനെയാണ്. അപ്പോൾ അതേ ഞങ്ങളിതേ കാറി കയറിയിട്ട് ഉത്സവം കാണാനായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ അല്ലൂസ് നമ്മുടെ അപ്പാപ്പൻ്റെ കൂടെ സെറ്റ് ആയിട്ടുണ്ട്, ചാന്തിൻ്റെ അച്ഛൻ്റെ കൂടെ. അപ്പോൾ ഞങ്ങളും എത്തിയിട്ടുണ്ട്. വലിയ പാർക്കിംഗ് ഇഷ്യൂ ഇല്ല, കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ കുറേ അകലെയായിരുന്നു വണ്ടി ഇട്ടിരുന്നത്. അപ്പോൾ നമ്മൾ 2 കാറും എടുത്തു കേട്ടോ. ഒരു കാറ് ചിക്കു എടുത്തു, ഒരു കാറ് റിൽചാട്ടനും എടുത്തു. അപ്പോൾ ദിദിശാനാണ് ഈ വീട്ടിൽ പോയിരിക്കുകയാണ് നമ്മുടെ പോത്തുകുട്ടിനൊക്കെ ഒന്ന് അയച്ചു കെട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പോൾ പ്രാവശ്യം 1, 2, 3, 4, 5 ആന ഉണ്ടായിരുന്നു. ഉത്സവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ്.
തിരക്കുണ്ടോയെന്ന് ചോദിച്ചാൽ തിരക്കുണ്ട്, എന്നാലൊരു വല്ലാത്തൊരു ജനസാഗരം ഒന്നും ഫീൽ ചെയ്തില്ല. എനിക്കറിയില്ല ഞങ്ങൾ ചെന്ന ആ ഒരു സമയം അല്ലെങ്കിൽ നിൽക്കുന്ന ആ ഒരു സ്ഥലത്തിൻ്റെയാണെന്ന് അറിയില്ല കേട്ടോ. വല്ലാത്തൊരു തിരക്ക് ഫീൽ ചെയ്തില്ല. ബോംബെ മിഠായിയൊക്കെ വാങ്ങിച്ചു, അത് കഴിച്ചു. പിന്നെ എന്തുട്ടാ നമ്മൾ ആനയുടെ ബാക്കിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അച്ചാച്ചൻ കാശിക്കുട്ടനെ കൊണ്ടുപോയിട്ടുണ്ട് ആനേനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര ഇഷ്ടമാണ് കാശിക്ക് ആനേനെ. നാന എവിടെ കൊട്ടുകെട്ടുണ്ടെങ്കിൽ അപ്പം ചോദിക്കും നാന എന്നിട്ട്. അപ്പോൾ അവനെ കൊണ്ട് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളാണെങ്കിൽ ഞങ്ങളുടെ ഓരോരുത്തരായിട്ട് സബ്സ്ക്രൈബേഴ്സ് നമ്മൾ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ, അറിയുന്നവരൊക്കെ ഫാമിലി ആയിട്ട് വന്നിട്ടൊക്കെ. അപ്പോൾ ഞങ്ങൾ അവരായിട്ടൊക്കെ സംസാരിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോഴേക്കും അമ്മയൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് പോവായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇനിയും കുറേ നേരം കഴിയണ്ടേ, കാരണം ഉത്സവം കയറിയാൽ കൊട്ട് നിന്നാലല്ലേ വെടിക്കെട്ട് സ്റ്റാർട്ട് ആവുള്ളൂ. എനിക്ക് തോന്നുന്നു 8 മണിക്ക് എങ്ങാണ്ടാന്ന് തോന്നുന്നുണ്ട് വെടിക്കെട്ട് സ്റ്റാർട്ടായപ്പോൾ. സമയം 5:30 6:30 എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പറഞ്ഞില്ലേ 8 മണിക്കാണ് വെടിക്കെട്ട് സ്റ്റാർട്ടാവുന്നത്, കാരണം വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോഴേക്കും ഇവർ രണ്ടുപേരും വേഗം പോവാന്ന് പറഞ്ഞു ഓടും. അങ്ങനത്തെ കാശീനെയും കൊണ്ടിട്ട് അച്ഛൻ വന്നിട്ടുണ്ട്. അപ്പം അച്ഛൻ പറയുന്നു ഇവനെ ഇറങ്ങണില്ലടി ആനേനെ കാണുമെന്ന് പറഞ്ഞിട്ട് എങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് ആ അല്ലുക്കുട്ടനെ കൊണ്ടേ കാണിച്ചു കൊടുത്തിട്ടാ. നമ്മുടെ ഐനൂസ് ആണെങ്കിൽ അപ്പോഴേക്കും ചെറിയൊരു ഉറങ്ങി. പിന്നെ വെച്ചാൽ ഉറങ്ങിക്കോട്ടെ, കാരണം ഇനി ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ രാത്രി ഉറങ്ങൂല, ഒരു ചെറിയൊരു കുഞ്ഞുറക്കം ഉറങ്ങി എനിക്കട്ടെ. ലീനമ്മരം മുഖം കണ്ടില്ല, അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു പോയാലും മോനി. പിള്ളേരെ വാശിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് സിജി ഒരു കളിപ്പാട്ടൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അമ്പലപ്പറമ്പിൽ നിന്ന് ഇങ്ങോട്ട് നീങ്ങിയിട്ട് കുറച്ചും കൂടെ നീങ്ങി നിൽക്കുകയാണ്. ആദ്യം പോവാമെന്ന് വിചാരിച്ച് നടന്നു തുടങ്ങിയതായിരുന്നു. പിന്നെ ഇങ്ങനെ ഉത്സവം കയറുന്നുണ്ട്, ഇപ്പോൾ നിൽക്കും കൊട്ട് നിന്ന് വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾ അതും കൂടി കണ്ടു പോകാൻ വിചാരിച്ചപ്പോഴേക്കും ചിക്കു ഒരു ബോക്സിൽ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മാംഗോ ബാറും ചോക്കോ ബാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു സ്ഥലത്ത് ഇരിപ്പായിട്ട്, അതായത് റോഡ് പണിയുടെ ഒരു കുറേ സ്ലാബൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുകളിലൊക്കെ കയറിയിട്ട് ഇരിപ്പാണ്. അതിൻ്റെ ഇടയിൽ കാശിക്കൂടൻ അപ്പിയൊക്കെ ഇട്ടു. കുറേ പേർക്ക് വേഷം കൊട്ടൊക്കെ ആയിരുന്നു, ഒന്നും പറയണ്ട, രസമായിരുന്നു. അമ്മമാർക്കൊക്കെ മതിയായിട്ടുണ്ട്, അച്ഛന്മാർക്കൊക്കെ. കുറച്ച് ലേറ്റായിട്ടാണ് വെടിക്കെട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഐസ്ക്രീമും ഇതേപോലെ കുറച്ച് സാധനങ്ങളൊക്കെ തിന്ന് കുറച്ചിരിക്കുന്നത് കൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫോൺ ഉണ്ടായതുകൊണ്ട് ഫോണും പിള്ളേർക്ക് കാണിച്ചു കൊടുത്തു. ഗൈസ് എന്തായാലും വെടിക്കെട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് അടുത്തായിരുന്നു നിന്ന്, കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് അകലെയായിരുന്നു. അടുത്തായതുകൊണ്ട് തന്നെ സൗണ്ടും കുറച്ച് കൂടുതലായിരിക്കുമല്ലോ. പൈനൂസിന് നല്ല പേടിയായിട്ടാണ്. അപ്പോൾ എൻ്റെ കയ്യിലായിരുന്നു. ഞാനാണെങ്കിൽ എൻ്റെ കാത് പൊത്താൻ ഞാൻ മറന്നു. ഞാൻ കണ്ട് ആസ്വദിച്ച് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കിടാവ് ഭയങ്കരമായിട്ട് പേടിച്ചു. നിഖിൽ ചേട്ടൻ വന്ന് എൻ്റെ നല്ല ചീത്ത പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് പേടിക്കാട്ടെ. അപ്പോൾ കാതൊക്കെ ഇങ്ങനെ പൊത്തി പിടിച്ചവൻ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് കുഴപ്പമൊന്നുമില്ല കേട്ടാന്നൊക്കെ. അത് ഞങ്ങളിതേ നേരെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയപ്പോൾ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നല്ല, അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് വീട്ടിൽ കയറിയത്. അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ട് ഇതേ അമ്മേനെ സഹായിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. നമുക്ക് വേറെ പണിയൊന്നുമില്ല, എല്ലാ കറിയൊക്കെ സെറ്റാണ്. ഇനി ചപ്പാത്തി ചുടുകയെ എന്നുള്ള ആവശ്യമുള്ളൂ. പിന്നെ അമ്മാമ്മ നമുക്കല്ല പിള്ളേർക്ക് പൊടിയരിക്കഞ്ഞി ഇട്ടിട്ടുണ്ടായിരുന്നു വന്ന് അപ്പം തന്നെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല പൊടിയരിക്കഞ്ഞി ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലാവരും ഓരോ കിണ്ണം എന്ന് പറഞ്ഞ രീതിയിൽ എല്ലാവരും, അതായത് പിള്ളേർ 3 എണ്ണം ഉണ്ടോ, കുഞ്ഞു പിള്ളേർ 3 എണ്ണം ഫുഡ് കഴിച്ചു. അമ്മ അതേപോലെ ചപ്പാത്തി ചുടൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അമ്മ കുറച്ച് ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഏട്ടന് നിൽക്കുന്നുണ്ട് ചപ്പാത്തി ചൂടാനായിട്ട്. അപ്പം ഞാനാണെങ്കിൽ ഇത് ബീഫ് എടുക്കാൻ പോവാണ്. അപ്പോൾ 5 വീട് എടുക്കണമെങ്കിൽ വീട് എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് ഞാൻ അവളൊക്കെ വിളിച്ചിട്ടുണ്ട്. അപ്പം അമ്മയുടെ സ്പെഷ്യൽ ബീഫാട്ടോ. നോർമലി ഇങ്ങനത്തെ ബീഫല്ല വയ്ക്കാം, ഇത് നമ്മൾ കുറച്ച് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലൊക്കെ ബീഫൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഏട്ടൻ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തു. അതോരോരുത്തരായിട്ട് തിന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാനാണെങ്കിൽ പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിക്കാമെന്ന് വിചാരിച്ചു. ചോറ് ഒന്ന് കഴിഞ്ഞപ്പോൾ പാൻറ്റുമ്മലും ഇതുമ്മലൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിള്ളേരുടെ ഡ്രസ്സ് മാറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഓരോ വലിയ കിറ്റിലായിട്ട് നമുക്ക് കെട്ടി വെക്കണ്ട. ഞാൻ വന്നിട്ട് ഇവിടെ ഇട്ടുണ്ട് പോണതും ഇവള് കുറച്ച് ഓൾറെഡി നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഇവരെ കുറച്ച് നല്ല ഡ്രസ്സും പഴയ ഡ്രസ്സൊക്കെ. അപ്പോൾ അത് തരംതിരിച്ച് 2 കവറിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിന് വീട്ടിലുള്ള ഡ്രസ്സ് മാത്രം എടുത്തുകൊണ്ട് പോയിട്ട് അവർക്കൊക്കെ വെച്ച് കൊടുത്തു. അതേ വീണ്ടും ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ. ഒരു 4 5 പാക്കറ്റ് എങ്ങാണ്ട് നമ്മൾ ചപ്പാത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അപ്പോഴേക്കും ഗ്ലാസ്സൊക്കെ കഴുകി വയ്ക്കുകയാണ്. സ്പ്രൈറ്റാണ് കൂടെ കൊടുക്കുന്നത്. കട്ടൻ ചായ വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ സ്പ്രൈറ്റ് മതി എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേക്കും ഐനൂസിന് ചുമേരൊക്കെ മരുന്ന് കൊടുക്കാൻ, കാരണം നല്ല ചുമയുണ്ടായിരുന്നു. നമ്മൾ അവിടെ വെടിക്കെട്ട് കാണാനൊക്കെ നിന്നപ്പോൾ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അത്യാവശ്യം എന്താ പറയുക മഞ്ഞൊക്കെ കൊണ്ട് ചുമയുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചിക്കുവാണ് ദേ പ്ലേറ്റൊക്കെ എടുത്ത് വെക്കാനായിട്ട്. നല്ല നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ എല്ലാവരും പണിയെടുത്ത് തുടങ്ങി. ഗൈസ് ഭയങ്കര എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. കാരണം നമ്മുടെ വീട്ടിലത്തെ പിള്ളേരെ പോലെ വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ ഈ ഒരു ചിക്കൻ നമ്മൾ അഞ്ജുവിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, കാരണം അവിടെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തിനാണ് വെറുതെ വേസ്റ്റ് ആക്കണമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും രാത്രിക്കേക്ക് ചിലവും
ചപ്പാത്തിയുടെ കൂടെ എന്തായാലും ചെല്ലാൻ കുറച്ച് റൈസും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചൂടാക്കുന്നത് നമ്മുടെ മിസ്റ്റർ ചിക്കു ആണ്. അപ്പോൾ നിഖിൽ ചേട്ടൻ കളിയാക്കിയത്, എൻ്റെ ചിക്കു നിനക്ക് ഗൾഫിലും ഇതന്നെ പണി, നാട്ടിലും വന്നിട്ട് ഇതന്നെ പണി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയായിരുന്നു. അവനവിടുത്തെ ബിരിയാണിത്തെ ചിക്കൻ ഭയങ്കര ഇഷ്ടമായിരുന്നു പറഞ്ഞു. അപ്പോൾ അവൻ തന്നെയായിരുന്നു ഓർമ്മിപ്പിച്ച് അത് ചൂടാക്കാൻ വെച്ചത്. അമ്മ ചിക്കനില്ലേ ചൂടാക്കാൻ വെക്കായിരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതും ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ എന്നിട്ട് അതിനിപ്പോൾ വേഗം ഫുഡൊക്കെ കൊടുത്ത് നമുക്ക് പിരിയാം എന്നുള്ളൊരു ധാരണയിലാണ്. കാരണം ഇപ്പോൾ തന്നെ സമയം 9:30 ആയിട്ടുണ്ട്. ഇനി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇന്ന് വർത്തമാനം പറഞ്ഞൊക്കെ വരുമ്പോഴേക്കും എന്തായാലും ലേറ്റ് ആവില്ലേ. സിജി അമ്മയ്ക്കൊക്കെ ആണെങ്കിലും എൻ്റെ അമ്മയ്ക്കൊക്കെ ആണെങ്കിലും ജോലിക്കൊക്കെ പോകേണ്ടതല്ലേ. അപ്പോൾ ഞങ്ങളിതേ വേഗം സെറ്റ് ചെയ്തിട്ടുണ്ട്. ചപ്പാത്തിയും ചിക്കനും ബീഫും പിന്നെ സലാഡും സ്പ്രൈറ്റും ആണ് കേട്ടോ നമ്മൾക്ക് ഇന്ന് നമ്മുടെ നൈറ്റ് ഫുഡായിട്ടുള്ളത്. മറ്റേത് മിക്കതേ സംസ്ഥാനം നോക്കണ്ടേ അവരെല്ലാവരും ഫുഡ് അടി കഴിഞ്ഞിട്ട്. അപ്പോൾ കുഞ്ഞാവയ്ക്ക് വർക്കുള്ളതുകൊണ്ട് കുഞ്ഞാവയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു നിഖിൽ ചേട്ടൻ കുഞ്ഞാവയും കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരുന്നുണ്ട് ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ചിക്കനും ബീഫും ചപ്പാത്തിയും കൂട്ടി കഴിക്കുകയാണ്. ചപ്പാത്തി ഞാൻ ആകെ ഒരെണ്ണം എടുത്തോളൂ കേട്ടോ, കാരണം 2 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് കറി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് അമ്മേൻ്റെ ബീഫ് കറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കുറേ വെറുതെ കഴിച്ചു, ചപ്പാത്തിയൊക്കെ കഴിച്ചു. ഇതിനിപ്പോൾ ഓരോരുത്തരായിട്ട് ഇറങ്ങി തുടങ്ങുകയാണ്. അപ്പോൾ 5 എന്തായാലും ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ല, നാളെ കാലത്ത് വരുള്ളൂ. അതുവഴി ചാന്തുനെ അവിടെ വീട്ടിൽ ഡ്രോപ്പ് ആക്കാനുള്ള പ്ലാനിലാണ് കേട്ടോ. പിന്നെന്താ ചിക്കു അതുമാണെങ്കിൽ 2 വീലറിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതേ ലേറ്റ് ആവാൻ നിൽക്കണ്ടാവും, 2 വീലറിനല്ല വേഗം പൊക്കോ, എന്തായാലും അടുത്തുള്ളവർ എത്തേണ്ടതല്ലേ. അപ്പം അതേ അവരെല്ലാവരും ടാറ്റ പറയുകയാണ്. പിന്നെ അടുത്തൊരു പൂയത്തിന് അല്ലെങ്കിൽ അടുത്തൊരു ഫംഗ്ഷൻ ഒത്തുകൂടാം എന്നുള്ളൊരു സന്തോഷത്തിലാണ്. നമുക്കിതൊരു സന്തോഷമല്ലേ, നമ്മുടേതായ ആൾക്കാരൊക്കെ വന്ന് എന്താ പറയുക നമ്മൾ ഭക്ഷണം കഴിക്കുക, കുറച്ച് നേരം സംസാരിക്കുക, എല്ലാവർക്കും ഒന്ന് കൂടുമ്പോൾ അതൊരു വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് അല്ലേ. ഫാമിലി എന്ന് പറയുന്നത് അതൊക്കെ തന്നെയാണ്. അതിൽ നിന്ന് കിട്ടുന്നൊരു സന്തോഷം അതൊക്കെ ഒരു വേറൊരു മാറ്റ് തന്നെയാണ് അതിന്. നമ്മുടെ റിലേഷൻഷിപ്പ് ഏതായാലും ഒന്നും കൂടിയും ത്രെഡ് ആവും. അങ്ങനെയൊക്കെ ഒരു സംഭവം മാലിയുടെ തീരങ്ങൾ തഴുകി വരും പഞ്ഞിക്കാറ്റ്. അടച്ചോടുല്ലോ. അങ്ങനെ ഗൈസ് അവരും പോയത് ഞങ്ങളും ഇറങ്ങാട്ട് അമ്മാനോടൊക്കെ ബായ് പറഞ്ഞ് ഞങ്ങളുടെ തൈപ്പൂയം ഇത് അവസാനിപ്പിച്ച് ഞങ്ങൾ ഇറങ്ങാണ്. അപ്പം അടുത്തൊരു തൈപ്പൂയം നമുക്ക് എല്ലാവർക്കും ആഘോഷിക്കാം എന്നുള്ളൊരു എന്താ പറയുക വിശ്വാസത്തിൽ ഇറങ്ങണം ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ.